ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയ യുവതിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരിഫിന്റെ വീഡിയോ. യഥാർത്ഥ നാമം മറച്ചുവെച്ച ആയിഷ എന്ന പേരിലൂടെ യുവതി നടത്തിയ വെളിപ്പെടുത്തലുകൾ നടുക്കുന്നതായിരുന്നു. ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ആർപി ഹുസൈനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ കുറെ കമന്റ്സുകൾ വന്നിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള കമന്റ്സ് എന്താ അറിയോ? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ കോയാക്കോളിലേക്ക് ഒന്ന് വിളിക്കുക, എന്നിട്ട് ആർപി ഹുസൈനോടൊന്ന് വെല്ലുവിളി നടത്ത്. അപ്പം തിരിയും എന്താണ് സത്യം, എന്താണ് കളവ് എന്നുള്ളത്. ഞാൻ ആദ്യം നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇസ്ലാമിൻ്റെ സത്യവും കള്ളവും എനിക്കറിയണമെന്നുണ്ടെങ്കിൽ ആർപിക്കിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ആ കോയാക്കോൾക്ക് വിളിച്ച് ചോദിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിനിവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻ വേറെ ഉണ്ട്. അതായത് മുസ്ലിങ്ങളൊക്കെ ഏറെക്കുറെ ഇത് വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ ഈ ഖുർആൻ നോക്കിയിട്ടാണ്. ഇനിയിപ്പോൾ അല്ലാത്ത ഒരു അറബി വായിക്കാനും എഴുതാനും പറയാനും ഒന്നും അറിയാത്ത ആളുകൾക്കാണ് ഈ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് 2026 ജെമിനി, അതുപോലെ തന്നെ ChatGPT ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിൽ എത്ര പേര് ഈ വന്ന് കമന്റ് വഴി വിമർശിക്കുന്ന എത്ര ആളുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആരിഫ് ഹുസൈൻ പറയുന്ന ഇത് എത്രാമത്തെ ആയത്ത്, ഖുറാനിൽ എത്രാമത്തെ എന്നടക്കം അവൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നോക്കിയിട്ട് അതിലൊന്ന് കയറി ചെക്ക് ചെയ്യുക, ഈ ആരിഫ് പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് നോക്കാമെന്ന് എത്ര ആൾ വിചാരിച്ചിട്ടുണ്ടാവും? കാര്യമല്ല, അത് വിചാരിക്കൂല. കാരണം എന്താ അറിയോ? ചില ആളുകൾക്ക് ഹാർപ്പിക്ക് ആ പറയുന്നതിൽ ഒരു കുളിര് കിട്ടാണ്ട്, ആ കുളിരിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു മലയാള സിനിമ ഇറങ്ങിയിരുന്നു, കേരള സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട്. കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്റ്റോറി സംഖ്യകൾ ഇറക്കിയിരുന്നു, ഒരു സിനിമ ആക്കിയിട്ട്. അതിൻ്റെ മെയിൻ അതിൽ കഥ എന്താണ്? ഹിന്ദുവായ ഒരു പെൺകുട്ടിനെ 5-6 മുസ്ലിങ്ങൾ കൂടിയിട്ട്, പെണ്ണുങ്ങൾ കൂടിയിട്ട് ബീഫ് കഴിപ്പിക്കുന്നു, നിസ്കരിക്കാൻ നിർബന്ധിക്കുന്നു, മക്കനെ തട്ടമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഒരു സിനിമ ഇറക്കി. എന്നിട്ട് കേരളത്തിന് അതിനെക്കുറിച്ച് പറയാനോ അഭിപ്രായം പറയാനോ അവരുടെ സംവാദങ്ങൾക്ക് ഒരാൾ പോയോ? ഇല്ല. എന്താ പേടിയോണ്ടാ? അല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒക്കെ അണ്ട് ഒഴിവാക്കി വിടുന്നത് നല്ലത്. അത് അവരുടെ പാടായി എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇന്നലെ എൻ്റെ ശ്രദ്ധയിലൊരു വീഡിയോ വിട്ടു കോയാക്കോളിൻ്റെ. അതിലെന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണാ വിളിക്കുന്നത്. പെണ്ണ് ആദ്യം ഹിന്ദു ആയിരുന്നു, ജനിച്ചപ്പോൾ ഹിന്ദു ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, മുസ്ലിമിലേക്ക് കൺവേർട്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹിന്ദുവിലേക്ക് തന്നെ പോയി. അപ്പോൾ ഈ പെണ്ണ് വിളിച്ചിട്ട് ആരിഫ് ഹുസൈനോട് ഈ സങ്കടങ്ങൾ പറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൾ റെക്കോർഡാണ് ഈ ആരിഫ് ഹുസൈൻ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വിചാരം ഇവൻ്റെ മാതിരി എല്ലാവരും അവിടുന്ന് വാരി തിന്നതാ, കഞ്ഞിയും ചോറൊന്നും തിന്നണമല്ലൊന്നും ആരും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങൾക്ക് അതൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങളതൊന്ന് കേട്ടിട്ട് ഒന്ന് അഭിപ്രായം പറയും. ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദയ്ക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ തൃശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുവാണ്, അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയില്. ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവുന്നുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവൂലായിരുന്നു. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചു ഇത് പറയാഞ്ഞെന്താ. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിന്ന് വരുന്നുള്ളൂ. ഒന്ന് നമുക്ക് ഫാസ്റ്റ് ആക്കാം, കാരണം എന്റെ ഈ പുളിച്ച ഇളിയില്ലേ, അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരുമാറുക, ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഞാൻ ഹിന്ദു ആയിരുന്നു. ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാ. അപ്പോ അങ്ങനെ ആയപ്പോ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് അമ്പലത്തിലേക്ക് വല്ലപ്പോഴും പോയാൽ മതിയല്ലോ, പോണെങ്കിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരും, അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് എപ്പോഴും ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എന്താ സൊല്യൂഷൻ എന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവരെങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഞാന് അതായത് മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരും. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് ഇപ്പോ 30 കഴിഞ്ഞു. ഇത് എത്ര കാലായി? ഇതിങ്ങനെ എത്ര വയസ്സ് മുതൽ? ഞാനിപ്പോ 3 വർഷമായി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണ്?
ജോലി സ്ഥലത്തുനിന്ന് അവിടെയാണ് എല്ലാരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്, അങ്ങനെ കുറച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. സ്ഥാപനം എന്താണ്? സ്ഥാപനം പറയാൻ? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. മെഡിക്കൽ പ്രൈവറ്റ് ആണ്? അതെ അതെ. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? അതെ അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ഈ സംസാരം വരുന്നത്? അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയാറ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു ഇങ്ങനെ സത്യസരണിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇല്ല, ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ ചേഞ്ച്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലം പൊന്നാനിയാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പൊന്നാനിന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ചേഞ്ച് ആണത് അവിടെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേഞ്ച് ആണ് ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ അതായത് എന്താ പറയാ പിരിവിന് വരുന്ന പോലെ ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മഞ്ചേരിക്കാരാ വന്നെ. അത് സത്യസരണി എന്ന് പറയണ കോഴിക്കോട് മഞ്ചേരി അങ്ങനെയാണ്. കോഴിക്കോട് പാലക്കാട് സംഭവം ഏറെക്കുറെ ചെറിയൊരു പൊള്ളു മനസ്സിലായോ? ഇതാണ് സംഭവം. കേരള സ്റ്റോറി സിനിമ ഇറക്കിയില്ലേ, അതൊന്ന് രണ്ടാളും പാടെ പ്ലാൻ ചെയ്തിട്ട് ഏതൊരു സംഘിണി ഇവനും പാടെ പ്ലാൻ ചെയ്തിട്ട് കറക്റ്റ്, അതായത് ഓൻ ചോദിക്കുന്നുണ്ടല്ലോ എന്ത് അത് മുസ്ലിങ്ങളുടെ ആണോ? അത് മുസ്ലിങ്ങളുടെ നിങ്ങൾ ഒറ്റക്കാണോ അതോ നിങ്ങളെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചാണോ? ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ച. കാരണം ഞാൻ വല്ലപ്പോഴും അമ്പലത്തിൽ പോണ്ടേന്ന് വിചാരിച്ചിട്ടാണ് മുസ്ലിങ്ങളിലേക്ക് മാറിയത്. അപ്പോൾ ഓല് പറ 5 വക്ത് നിസ്കരിക്കണം എന്ന്. അതിപ്പോൾ നമ്മളെ കൊണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റൂലല്ലോ. ഭയങ്കര ദീന് പഠിച്ചിട്ട് മറ്റേ ഇസ്ലാമായിട്ട് അത് മടുത്തിട്ട് ആരിഫ് ഹുസൈനോട് വിളിച്ച് സങ്കടം പറയാണ് ഇപ്പോൾ. കേട്ടില്ലേ ഞങ്ങള്? ആരിഫേ, ഹാർപ്പിക്കേ, എന്നോട് പറയാനുള്ളത് എന്താ അറിയോ? ഇജ് വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അനക്ക് ചിലപ്പോൾ കുറച്ച് റീച്ച് കിട്ടുമായിരിക്കും. എൻ്റെ 10 ഫേക്ക് ഐഡി വെച്ചിട്ട് അനക്ക് അന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടാതെ കുറച്ച് സംഘികളുടെ സപ്പോർട്ടും ഉണ്ടാവും. അത്രയേ ഉള്ളൂ ഇവിടെ നടക്കുക. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേറെ വീഡിയോ കൂടി കാണിച്ചു തരാം. പരിപാടിയാണോ ഇതന്നെ? മുസ്ലിം വിമർശനം, മുസ്ലിം വിമർശനം, ഇസ്ലാം വിരോധം. അതൊക്കെ തുടരും. അതെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേറെ മാറ്റമൊന്നുമില്ല, ചേഞ്ചിങ് ഇല്ല. നിങ്ങളുടെ പേപ്പട്ടി മതത്വം കുറയുന്നവരെ നമ്മൾ തുടരും. നിങ്ങളല്ല പറയുന്നത്, നിങ്ങൾ പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ പറയില്ലല്ലോ. വിശുദ്ധ മതമാണ്. അടിമയെ വെക്കാൻ പറയുന്ന മതം വിശുദ്ധ മതമാണ്. ശരിയാണ്. അടിമ വെക്കേണ്ട പുരാതന കാലത്തല്ലേ, റസൂലിന്റെ ടൈമില്ല, അസമയത്തല്ല. ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണോ? അത് നമ്മൾ നിങ്ങൾ പറഞ്ഞ വെച്ചാണല്ലോ. എല്ലാ കാലത്തേക്കുള്ളതാണോ ഇസ്ലാം? അതെ ആണ്. അപ്പൊ ഇന്ന് ഇസ്ലാമിൽ ഈ പറയുന്ന നിയമം നിലനിൽക്കുന്നുണ്ടോ? ഇല്ലേ, നിയമം ഇല്ല, നിലനിൽക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ ഇസ്ലാം എല്ലാ കാലത്തേക്കാന്ന് പറഞ്ഞപ്പോ അന്നത്തെ കാലത്തേക്കുള്ള നിയമമാണത്. നമ്മള് അത് അന്നത്തെ കാലത്തിന്റെ വിഷയം പറയും. ആരോ വിളിച്ചിക്കാണ് ഇത് ചോദിക്കുക, നിങ്ങൾ ഇസ്ലാമിനെ ഇനിയും വിമർശിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന്. ഇനിയും കൊണ്ടുവരിക്കും, അതുപോലെ ചത്താലും നിർത്തൂല എന്നുള്ള മാതിരി ഭയങ്കര മറ്റേ ബിൽഡപ്പിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതാണോ? അപ്പോൾ മറ്റോ ഉള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അടിമത്തം എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടോ? അപ്പം ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണ് മതം എന്നാണ് എങ്ങനെ നിങ്ങൾ പറയും? ഇതാണ്, അതായത് ഒന്ന് ഇവ ഏർപ്പാട് ചെയ്യിപ്പിക്കുന്ന ആളാണ്. പിന്നെ ഉള്ളത് അവിടെ ഇവിടെ എന്താണെന്നറിയാതെ ഇവന്റെ മറ്റേ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് സ്വയം ഓൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടോ കുടിച്ചു കയറ്റിയിട്ടോ ബോധമില്ലായിരിക്കുമ്പോൾ ഇസ്ലാമിനല്ലേ പറയണേ എന്നുള്ളൊരു വികാരത്തോടെ വിളിച്ചതായിരിക്കും. ഇനി എല്ലാ മൂല്യന്മാരും ഇതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ ആളുകളോടാട്ടോ എനിക്ക് പറയാനുള്ളത്, ഇവനോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവനോട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തർക്കിക്കാനോ ഇവന്റെ ഇതിലേക്ക് വിളിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അറിവിൽ അങ്ങനെ പുറത്തുനിന്ന് ആരും വിളിയില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും വിളിക്കണമെന്ന് തോന്നിയ ഓരോട് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം, ഇമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് വാപ്പാനെ അംഗീകരിക്കാത്ത പുന്നാര മോനാണ് ഇപ്പം. അതായത് ഉമ്മ ഇതാണ് എൻ്റെ വാപ്പാന്ന് പറഞ്ഞിട്ട് പോലും അതല്ല എന്ന് പറഞ്ഞ ഒരു മുതലാണ്. ആ ഓനെ നിങ്ങളൊരിക്കലും ദീനും ഇസ്ലാമും തെറ്റും ശരിയും പറഞ്ഞ് പഠിപ്പിക്കാം അയക്ക് വിളിക്കണ്ട. സ്വയം കോമാളി ആകത്തേ ഉള്ളൂ. അല്ലാതെ ഓൻ നന്നാവുന്നോ അല്ലെങ്കിൽ ഓനെ നന്നാക്കാന്നോ അല്ലെങ്കിൽ ഓൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നോ നിങ്ങൾ വിചാരിക്കണ്ട. അവൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് സംഘികളുടെ ഫണ്ടും ഈ റീച്ചും മാത്രമാണ്. ഇനി ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചല്ല, അത് കുട്ടികൾ ആരും കാണരുത്, ഞാൻ പ്രത്യേകം പറയണു. ഇതില്
18 വയസ്സിന്റെ മോൾക്കല്ലാത്തവർ കാണരുത്. കാരണം എന്താ അറിയോ, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇതിന് മുമ്പ് ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാ. ഇവൻ എങ്ങനെ കുടുംബത്തിന് പുറത്തായി എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാ. അന്ന് പല ആളുകളും എനിക്ക് കുറച്ച് എതിർപ്പായിട്ട് വന്നു, അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷേ ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് അത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാപ്പാനോട് ചോദിക്കുകയാണ്, വാപ്പ ഞാൻ കക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വാപ്പ എന്താ പറയേണ്ടത്? ശരിക്കും പറ്റൂല മോനെ, കക്കാൻ പാടില്ല, അതൊരു തെറ്റാണ്, കക്കരുത് എന്ന് പറയുന്നതാണോ ശരി? അതാണോ ശരി? അതോ ഒരു വാപ്പ പറയാണ് വേണമെങ്കിൽ കക്കാം എന്ന് പറയുന്നതാണോ ശരി? അപ്പൊ ഇതിവിടെ പടച്ചോൻ എന്താ പറയുന്നത്? ഉമ്മാനെയും പെങ്ങളെയും പൂശാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ പടച്ചോൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്താണ്, പൂശാം, പക്ഷെ ഉമ്മാനെ പൂശരുത്, പെങ്ങളെ വേണമെങ്കിൽ പൂശിക്കോന്ന്. ഇത് ശരിയാണോ? ഇതാ ഞാൻ ചോദിക്കണത്. ശരിയാണ്. അതെ. അപ്പൊ അപ്പൊ വേണമെങ്കിൽ വാപ്പ കക്കാം എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റി. പക്ഷെ വേണമെങ്കിൽ പെങ്ങളെ പൂശാന്ന് പറഞ്ഞപ്പോ അത് ശരിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കൊള്ളാം. ഞാൻ പറഞ്ഞ ആൻസർ തന്നെ പറയല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തൃപ്തിയുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ അതെ വേണമെങ്കിൽ കക്കാം എന്ന് പാപ്പ പറഞ്ഞാൽ അത് ശരിയാണോ? വേണമെങ്കിൽ കക്കാം എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ വേണമെങ്കിൽ പെങ്ങളെ പൂശാം എന്ന് പറയുന്ന ഒരു തെറ്റിനെ നിങ്ങൾ തെറ്റാണെന്ന് പാപ്പാക്ക് പറയാൻ കഴിയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞൊരു ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലോകത്ത് വെച്ച്, ഏത് സ്വർഗം എന്ന ലോകത്ത് വെച്ച് ആവാം. അതെ പറഞ്ഞേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേണമെങ്കിൽ കക്കാം എന്ന് പറയുന്നത് പോലെയല്ലേ അത്? വളരെ വ്യക്തല്ലേ? ഇവനിക്ക് വിളിച്ചോനും ഇവൻ സംസാരിക്കുന്നവനും രണ്ടാൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. കാരണം ഞാൻ വെല്ലുവിളിക്കുന്നു, പടച്ചോന് അവിടെ ഇവൻ പഠിച്ച കിതാബിലുണ്ട്, ഏത് ഓൻ്റെ ഉമ്മ ഏതാ പെങ്ങളേതാന്നുള്ളത് തിരിച്ചറിവില്ലാത്ത കിതാബാണ് ഇപ്പം പഠിച്ചിരിക്കുന്നത്. അതിന്റെ കോലം കാണുന്നുണ്ടല്ലോ. ഞാൻ പണ്ട് നിങ്ങളോട് ഇതിന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവനെ കുടുംബത്തിന് എന്തിനാ പുറത്താക്കിയെന്ന്. സ്വന്തം ഉമ്മാനോടും സ്വന്തം പെങ്ങളോടും ഇവന്റെ കാമപ്രാന്തം കൊണ്ട് ചെന്നുകൊള്ളും. മനസ്സിലായോ? അങ്ങനെയാണ് ഇവനെ വാപ്പ ചവിട്ടി പുറത്താക്കിയത്. ഇവൻ പഠിച്ച കിതാബിൽ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് മോലെടുത്തേക്ക് ചെന്നതാ ഇവൻ്റെത് തീർക്കാൻ വേണ്ടിയിട്ട്. അന്ന് പുറത്തായതാ ഇവൻ. അല്ലാതെ ഇവൻ നിരീശ്വരവാദി ആയതുകൊണ്ട് മാത്രമല്ല. ഇവൻ അറിയുന്ന ആളുകൾക്കും ഇവന്റെ കുടുംബങ്ങളൊക്കെ ഈ വിവരം അറിഞ്ഞപ്പോ ഇവനെ കുടുംബത്തിന് മൊത്തം എടുത്ത് പുറത്തേക്ക് ഇട്ടതാ. കാരണം സ്വന്തം പെങ്ങളെ നേരക്ക് കാമപ്രാന്തം കൊണ്ട് ചെല്ലുന്ന ഒരാങ്ങള പേരിന് ഓൻ പഠിച്ച കിതാബിലുണ്ടെന്നും പറഞ്ഞിട്ട് ഇന്ന് വരെ ആ കിതാബ് ആയത്തോനെ കൊണ്ട് ഓതി കഴിപ്പിച്ചാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് മോനാ ചെന്നു. അപ്പൊ എവിടുന്നാണ് ഈ ക്ലാസ് പഠിക്കണമെന്നുള്ളതെന്ന് അറിയില്ല. ഓനാ പഠിക്കണേലുള്ള ഗുണം ഓൻ്റെ കുടുംബത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ അവന്റെ ഭാര്യ എങ്ങനെ പോയെന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അടങ്ങാത്ത കാമവെറി ഇവൻ പലരിലും പച്ചക്ക് കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവന്റെ ഭാര്യ ഇവനിട്ട് പോയത്. എന്നിട്ട് രണ്ടാമത് കെട്ടി, അതും പോയി. ഇവൻ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഇത്രയും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും ഇവന്റെ കൂടെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇസ്ലാം വിട്ടു, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടെന്ന് പറഞ്ഞു വരാൻ ഒരാൾ ഇന്ന് വരെ രംഗത്തുണ്ടായിട്ടില്ല. കോയക്കോളിൽ ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ വിളിക്കുന്നുണ്ട്. ഓൻ പറയുന്നതായിട്ടുണ്ട് പൊന്നാനി കാലി വരെ ഇവനെ വിളിച്ചിട്ട് സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ റിയലിലോ ഇതൊന്നും ഇവരെ എവിടെയും ഒരു അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ പിന്നാലെ പോകാൻ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് അതിനും ആരും നിന്നിട്ടില്ല. അതേമാതിരി തന്നെയാണ് ഇവന്റെ ഫാമിലി ലൈഫിലും ഇവന്റെ കുടുംബത്തിലും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആരിഫിന് കോയക്കോളിലേക്ക് ഫോൺ ചെയ്തിട്ട് പിന്നെ വെല്ലുവിളി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇവ ഒരിക്കലും ഈ ഖുറാനിലുള്ള കാര്യങ്ങളല്ല ഈ പുറത്തു വിടുന്നത്. അങ്ങനെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് പോലെ അതിനെ അർത്ഥം വെച്ചിട്ടുണ്ടോ? ഓങ്ങനെ മലയാളത്തിൽ ഓൻ്റെ ഇങ്ങനെ കാട്ടിയിട്ട് ആണും അല്ല പെണ്ണും അല്ലാത്തൊരു ലൈഫിലാണ് ഓൻ പോണത്. അപ്പൊ ഓൻ എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ട് ആ കാര്യമാണ് ഇവൻ പറയുന്നത് വെച്ചെങ്കിൽ ഓക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഇത് ഓൻ്റെ അടുത്ത് കാണിക്കാനും ഒരു തെളിവില്ല. ഓ അങ്ങനെ പറയുക, അതായത് എന്തെങ്കിലും ഒന്ന് കാണിക്കുക എന്നിട്ട് അത് പറയുക. അപ്പൊ സംഘികൾക്ക് അത് ഭയങ്കര തൃപ്തിയാ. ആരിഫേ, ഇതുകൊണ്ടൊന്നും എനിക്ക് കൂട്ടിയാൽ കൂടൂല. ഇതൊരൊറ്റ കാര്യം അടിച്ചു നോക്കിയാൽ മതി ജമനിൽ. അതിനെനിക്ക് ധൈര്യം ഉണ്ടോ? അതിനുള്ള മാപ്പാക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. എന്താ അറിയോ, ഇന്ന് ഈ 2026 ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നതും ജനങ്ങൾ ഏത് മതത്തിലേക്കാ വരുന്നതെന്നുള്ളതും ജമനിനോടോ അല്ലെങ്കിൽ ചാറ്റ് ജിപിറ്റിനോടോ ഒന്ന് ചോദിച്ചിട്ട് അതൊന്ന് എൻ്റെ സ്ക്രീനിൽ ഇട്ടാ. ഇപ്പം ഇത്രയും പറഞ്ഞല്ലോ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മതത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വരുന്നത്? ഞാൻ ഒരു മതത്തിനെയും ചെറുതാക്കുന്നതല്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രത ഉണ്ട്, ഭംഗിയുണ്ട്, എന്താ പറയുക, പാരമ്പര്യ മഹിമയുണ്ട്. പക്ഷേ ഇവനിക്കോ ഇവൻ്റെ ബാക്കിയുള്ളവർക്കോ ഇങ്ങനൊരു സാധനമല്ല.
അതിൻ്റെ ഗുണമാണ് ഓൻ കാണിക്കുന്നത്. ഓൻ്റെ ഉദ്ദേശം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിലോ പറയുന്ന എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിയണ്ട. ഓനിക്ക് വിമർശിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് ഇവൻ്റെ ഒരു ഹോബി. അതവൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, അധിക കാലമൊന്നും ഇവനിക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂല. അത് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോ. ഇപ്പൊ സംഗിണി കേരള സ്റ്റോറി അങ്ങനെ വിളിച്ചിട്ട് കോയാക്കോളിൽ പറഞ്ഞില്ലേ, അത് കേൾക്കുന്ന സംഖ്യ അല്ലാത്ത ഒരാൾക്ക് പച്ചക്ക് ഇത് അറിയാവുന്ന കാര്യമാണ് എന്ത്, ഇത് പച്ച കള്ളങ്ങളാ ഇവൻ പടച്ചു വിടേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കോയാക്കോൾക്കും വിളിക്കേണ്ട, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോ. ജെമിനി മുസ്ലിമാണ്, അല്ലെ ജെമിനി ChatGPT മുസ്ലിമാണ്, അത് നിങ്ങൾ പറയില്ലല്ലോ. അത് രണ്ടും കോയാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ സംശയം ഇവൻ ചോദിക്കുമ്പോൾ കമന്റ് ഇട്ടിട്ട് ഉമ്മാക്കും ബാപ്പാക്കും വിളിക്കുന്നതിന്റെ മുമ്പ് ഇതിലൊന്ന് ചെക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയുള്ളൂ ഹാർപ്പിക്ക്. അതിന് കക്കൂസിൽ പോലും ഒഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഇസ്ലാമിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് പെങ്ങളേത്തേക്ക് ഈ അസുഖം കൊണ്ട് ചെന്നോനാ, ഉമ്മാടേത്തേക്ക് ഈ അസുഖം കൊണ്ട് ചെന്നോനാ. അപ്പൊ പിന്നെ ഓനിക്കുള്ള ക്വാളിറ്റി എത്രയാന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അതന്നെ സംഭവം. എന്നാ ഓക്കെ, ശരി.